കൊച്ചിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം കൊച്ചി നഗരം ചീഞ്ഞു നാറുന്നു എന്ന വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെയാണ് പുറത്തേക്ക് വരുന്നത്. പലയിടങ്ങളിലും മാലിന്യ നീക്കം നടക്കുന്നില്ല, മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. അതോടൊപ്പം തന്നെ സമൃദ്ധി എന്ന് പറയുന്ന കൊച്ചിക്കാരുടെ വിശപ്പകറ്റിയ ആ വലിയ പദ്ധതിയെ തകർക്കാനുള്ള നീക്കങ്ങൾ മറുഭാഗത്ത് നടക്കുന്നു. അങ്ങനെ കൊച്ചി നഗരസഭയിൽ നടക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതിക്ക് ചേർന്ന കാര്യങ്ങളല്ല എന്ന ആക്ഷേപമാണ് കേൾക്കുന്നത്. നമുക്ക് പരിശോധിക്കാം. കൊച്ചി കോർപ്പറേഷനിൽ LDF ഭരണസമിതി നടപ്പിലാക്കിയ പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്ന UDF കൊച്ചിയുടെ വിശപ്പകറ്റിയ സമൃദ്ധിയെ തകർക്കാനുള്ള നീക്കത്തിന് പിന്നാലെ മാലിന്യ സംസ്കരണത്തിൽ മാതൃകയായ ബ്രഹ്മപുരം പ്ലാന്റിനെ ചൊല്ലിയും കൊച്ചി കോർപ്പറേഷൻ UDF ഭരണസമിതി വ്യാജ പ്രചരണം നടത്തുകയാണ്. ഇതിനെതിരെ മുൻ മേയർ അനിൽകുമാർ രംഗത്ത് വരികയും ചെയ്തു. അർച്ചനയുണ്ട് കൊച്ചിയിൽ നിന്ന്. എന്താണ് കൊച്ചിയിൽ സംഭവിക്കുന്നത് എന്ന് പറയാനായി സംസാരിക്കാനായി നോക്കാം. കൊച്ചിയിൽ എന്താണ് നടക്കുന്നതെന്ന്. അർച്ചന, ഗുഡ് മോർണിംഗ്. അർച്ചന, കൊച്ചി വീണ്ടും പഴയ കൊച്ചിയാകുന്നതാണോ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്? പലയിടങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്. അതോടൊപ്പം തന്നെ മാതൃകയാക്കിയ പല പദ്ധതിയെയും ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളും ഇപ്പോൾ കൊച്ചിയിലെ ഭരണകൂടം ചെയ്യുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും കൊച്ചിയെ സംബന്ധിച്ച് LDF ഭരണത്തിൽ ഉറ്റുനോക്കിയ, അതായത് ലോകം തന്നെ ഉറ്റുനോക്കിയ ഒരു മാതൃകാ പദ്ധതിയാണ് ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ മാതൃക. മറ്റൊന്ന് സമൃദ്ധിയാണ്. കേരളത്തിൽ തന്നെ വലിയ അഭിമാനമായ സമൃദ്ധി. ഈ പദ്ധതികളെല്ലാം തന്നെ വലിയ പേരുകേട്ടതാണ്. കൊച്ചിയെ സംബന്ധിച്ച് വാനോളം ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതികൾ കാരണം. എന്നാൽ ഈ പദ്ധതിയെ തകർക്കാനുള്ളൊരു ഗൂഢ ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മേയർ മിനിമോൾ തന്നെ ഇതിന് മുൻകൈ എടുക്കുന്നു എന്നാണ് അതിൽ മറ്റൊരു പ്രത്യേകത. അതായത് അവർ കഴിഞ്ഞ ദിവസം ബ്രഹ്മപുരം സന്ദർശിക്കുകയൊക്കെ ഉണ്ടായി. നമ്മൾ ഈ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിലൊന്നും തന്നെ അവിടെ നമ്മൾ മാലിന്യമലയോ അല്ലെങ്കിൽ അവിടെ മൂക്കുപൊത്താതെ പ്രവേശിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് ഒരു മാസ്ക് പോലും ഇല്ലാതെ അവിടെ നമുക്ക് നിൽക്കാമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വസ്തുതകളെല്ലാം തന്നെ നമ്മളെ കൺമുന്നിലുണ്ട്. അപ്പോഴാണ് മേയർ പറയുന്നത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല, ബ്രഹ്മപുരത്ത് ബയോമൈനിങ് പൂർത്തിയായിട്ടില്ല, ബ്രഹ്മപുരത്ത് സ്ഥലം വീണ്ടെടുത്തിട്ടില്ല, ഭക്ഷണ മാലിന്യം അവശിഷ്ടങ്ങൾ കൂമ്പാരമായി കിടക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തിയ മാധ്യമപ്രവർത്തകരൊന്നും ഇത് കണ്ടിട്ടില്ല എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ വസ്തുതകളെല്ലാം തന്നെ എല്ലാവരുടെയും, അതായത് കൊച്ചിയിലെ സംബന്ധിച്ച് ജനങ്ങളുടെ എല്ലാം തന്നെ കൺമുന്നിലുള്ള കാഴ്ചയാണ്. ഇവിടെയാണ് ഒന്നും നടന്നിട്ടില്ല എന്നൊരു മേയറുടെ വ്യാജ പ്രചരണം നടന്നത്. അതിനെതിരെയാണ് ഇന്നലെ മേയർ അനിൽകുമാർ അടക്കം രംഗത്ത് വരികയും ഇത്തരത്തിൽ 10 ലക്ഷത്തിലധികം ടൺ മാലിന്യ സംസ്കരണം ബയോമൈനിങ്ങിലൂടെ ബ്രഹ്മപുരത്ത് പൂർത്തിയായി എന്ന് പറയുകയും ചെയ്തത്. എന്നാൽ 2 ലക്ഷത്തോളം ഇപ്പോഴും ബാക്കിയാണ് എന്നാണ് മേയർ പറയുന്നത്. എന്നാൽ കൊച്ചിയെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷം ഒരു കാലത്ത് കൊച്ചി ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ഈ മാലിന്യത്തിന്റെ പേരിൽ തന്നെയായിരുന്നു. ഒരു നാറുന്ന നഗരം എന്ന പേരിൽ തന്നെയായിരുന്നു കൊച്ചി പഴി കേട്ടിരുന്നത്. കഴിഞ്ഞ തവണ അധികാരമേറ്റ LDF ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും അതിനെ മറികടക്കുക എന്നതായിരുന്നു. ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കൊച്ചിയെ ശുചിത്വത്തിൽ ലോകത്തിന്, രാജ്യത്തിന് മാതൃകയാക്കാവുന്ന തരത്തിലേക്ക് മാറ്റിയെടുത്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. അത് ആരെങ്കിലും വന്ന് ചുമ്മാ പറഞ്ഞതല്ല. മാധ്യമപ്രവർത്തകരെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിന് മുൻപിൽ മന്ത്രി MB രാജേഷും കൊച്ചി മേയർ അനിൽകുമാറും എല്ലാവരും ചേർന്ന് കാണിച്ചു കൊടുത്തതാണ്. അവിടെ ക്രിക്കറ്റ് കളിച്ച് വരെ കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ടിപ്പോൾ പുതിയ മേയർ പറയുന്നത് അവിടെ മാലിന്യം ഇപ്പോഴും ഉണ്ട് എന്നാണോ? നമ്മൾ കണ്ടതല്ലേ അർച്ചന, നമ്മൾ കണ്ടതങ്ങ് മാറി നിൽക്ക് എന്ന് പറയുന്നത്, കണ്ടവരങ്ങ് മാറി നിൽക്കുക എന്ന് പറയുന്നത് എത്രമാത്രം സുഖകരമായ കാര്യമാണ്? അതെങ്ങനെ നമ്മൾ കണക്കിലെടുക്കും? തീർച്ചയായും വസ്തുതകൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ നേർക്കാഴ്ചയായി കാണുകയാണ്. അപ്പോഴാണ് മേയറുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും ആരോപണങ്ങളെല്ലാം വരുന്നത് എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം UDF ഭരണകാലത്താണ് ഈ ഒരു മാലിന്യ കൂമ്പാരം കൊച്ചിയിൽ ഉണ്ടായത്. മാത്രമല്ല, ആ ഘട്ടത്തിൽ കൊച്ചി വരച്ചിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ മാലിന്യ സംസ്കരണം കൃത്യമായി നടക്കാത്തതാണ്. റോഡുകളിലടക്കം നമ്മൾ ഇത്തരത്തിൽ കൂമ്പാരമായി കിടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളാണ് കണ്ടിരുന്നത്. അതേ കാഴ്ചയിലേക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിലും കൊച്ചി നീങ്ങിയിട്ടുണ്ട്. പലയിടങ്ങളിലായിട്ട് കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിലും ഒപ്പം വൈറ്റിലെയും എല്ലാം തന്നെ അത്തരത്തിലുള്ളൊരു മാലിന്യം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുകയാണ്. ഇത്തരത്തിൽ വലിയ പരാതികളും ഫേസ്ബുക്കിൽ പോസ്റ്റുകളും എല്ലാം വരുമ്പോൾ അപ്പോൾ തന്നെ മാറ്റുന്നൊരു സംവിധാനത്തിലാക്കാണ് ഇപ്പോൾ പോകുന്നത്. അതായത് ആരെങ്കിലും പരാതി ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇടുകയാണെങ്കിൽ അത് അപ്പോൾ വന്ന് അവിടെ ക്ലീൻ ചെയ്യുക എന്നതാണ് ഇപ്പോൾ അവർ പയറ്റുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കൃത്യമായൊരു മാലിന്യ സംസ്കരണം ഇതുവരെ നടന്നിട്ടില്ല. അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷനിൽ LDF നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ മാതൃക അത് ഇപ്പോൾ UDFന് നടത്താൻ കഴിയുന്നില്ല എന്നൊരു വസ്തുത കൂടി നമ്മുടെ മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ 10 വർഷം ഇത്തരത്തിൽ UDF ഭരിച്ചപ്പോൾ ഉണ്ടായ മാലിന്യമലയാണ് LDF അധികാരത്തിൽ വന്നപ്പോൾ പൂർണ്ണമായും അവിടെ നിന്ന് നീക്കം ചെയ്തത്. ബയോമൈനിങ്, ഒപ്പം BPCL പ്ലാന്റ്, ഒപ്പം പട്ടുനൂൽ പുഴു തുടങ്ങിയ പല രീതിയിലുള്ള പദ്ധതികളാണ്
ക്ഷമിക്കണം പട്ടാളപ്പുഴു തുടങ്ങിയ പല രീതിയിലുള്ള പദ്ധതികളാണ് ബ്രഹ്മപുരത്ത് നടപ്പിലാക്കിയത്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് അത്രയും കൂമ്പാരമായി കിടന്നിരുന്ന വേസ്റ്റ് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കൊച്ചിക്ക് കഴിഞ്ഞത്. അതിനുശേഷം ബ്രഹ്മപുരത്ത് മേയർ സന്ദർശിക്കുന്നു. ഇതൊന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ വസ്തുക്കളെല്ലാം തന്നെ കൺമുന്നിൽ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ തള്ളിപ്പറയുന്നൊരു സമീപനമാണ് നമ്മൾ കാണുകയും ചെയ്തത്. ഹരിതകർമ്മ സേനാംഗങ്ങളും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ ഏകോപിച്ചുകൊണ്ടാണ് കൊച്ചിയിൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ശേഖരിക്കുകയും അത് കൃത്യമായി ബയോമൈനിങ് പൂർത്തിയാക്കുകയും ഭക്ഷണ മാലിന്യങ്ങൾ മറ്റൊരു രീതിയിൽ സംസ്കരിക്കുകയും എല്ലാം ചെയ്തത്. എന്തായാലും ഇതെല്ലാം കൃത്യമായി നടപ്പിലാക്കിയത് നമ്മുടെ മുന്നിൽ കണ്ടതാണ്. ആ മാതൃക കേരളത്തിലുടനീളം അല്ലെങ്കിൽ ലോകം തന്നെ ശ്രദ്ധിക്കുകയും അത് വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും എല്ലാം ചെയ്തതാണ്. എം പി രാജേഷ് അടക്കമുള്ള ആളുകൾ അവിടെ വന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അവിടെ പൂക്കൾ വിരുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഒരു പാർക്ക് എന്ന സംവിധാനത്തിലേക്ക് അവിടെ മാറുകയാണ്. കാരണം ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ഈ ബ്രഹ്മപുരം എന്ന് പറയുന്നത്. തൊട്ടടുത്ത് കായലാണ്. ഇതെല്ലാം തന്നെ ഒരു കാലത്ത് നമ്മൾ കാണാത്ത കാഴ്ചയായിരുന്നു. ഇന്ന് അവിടെ പച്ചപ്പ് കാണാം, അവിടുത്തെ കായൽ കാണാം, അവിടെ ഈ മാലിന്യത്തിൻ്റെ സ്മെല്ലില്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഗന്ധമില്ലാതെ നമുക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നുണ്ട്. അത്തരം മാറ്റങ്ങളെല്ലാം തന്നെ നമ്മളെ കൺമുന്നിലുണ്ടാകുകയാണ്. അതിനിടെയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങളും ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത്. എന്തായാലും ലോകത്തിൽ തന്നെ മാതൃകയായി ഈ പദ്ധതികളെ ഇകഴ്ത്തിക്കാട്ടുക എന്നൊരു ശ്രമം കൂടിയാണ് നടക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു കാര്യം ഈ സമൃദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. സമൃദ്ധി നമുക്കറിയാം, കൊച്ചിയുടെ വിശപ്പകറ്റി 20 രൂപയ്ക്ക് ഊണ് നൽകിയ വലിയ ശ്രദ്ധ നേടുക, കേരളത്തിലുടനീളം ഈ പദ്ധതി വരണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഈ സമൃദ്ധി. ആ സമൃദ്ധിക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് നേരത്തെ തന്നെ മേയർ ഉയർത്തിയത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ദിരാ ക്യാൻറ്റീൻ എന്നൊരു പദ്ധതിയുമായി രംഗത്തെന്നത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി നമുക്ക് വ്യക്തമാകുകയാണ്. അതായത് സമൃദ്ധിയെ ഇത്തരത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്കുമെല്ലാം തന്നെ ഈ കൊച്ചി കോർപ്പറേഷന് സാധ്യമാണ്. എന്നാൽ അതിന് പകരമായിട്ട് അപ്പോൾ മറ്റൊരു ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ് മറ്റൊരു പേരിൽ അവരിത് അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ബ്രഹ്മപുരത്തെ സമൃദ്ധിയെ സംബന്ധിച്ച് LDF ഭരിച്ചപ്പോൾ കൊച്ചി കോർപ്പറേഷന് അതിൽ യാതൊരു രാഷ്ട്രീയ മുതലെടുപ്പോ രാഷ്ട്രീയ ലക്ഷ്യമോ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അർച്ചന, കാരണം കൊച്ചിയിൽ വരുന്ന മനുഷ്യർക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികവുറ്റ ഭക്ഷണം നൽകിയതാണ് സമൃദ്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ ഭരണസമിതി പറയുന്നത് എന്താണ്? ഞങ്ങൾ 10 രൂപയ്ക്ക് ഭക്ഷണം നൽകുമെന്നാണ്. അവർക്ക് 10 രൂപയ്ക്ക് ഭക്ഷണം നൽകാനാണെങ്കിൽ അത് ഈ സമൃദ്ധിയിലൂടെ തന്നെ നൽകിയാൽ പോരെ? ആ സബ്സിഡി തുക ഈ സമൃദ്ധിയിലേക്ക് കൊടുത്താൽ പോരെ? സമൃദ്ധി എന്ന പേരിൽ ഒരു രാഷ്ട്രീയവും ഇല്ല. അതിൽ ഒരു രാഷ്ട്രീയവും നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് സമൃദ്ധിക്ക് കൊടുക്കാതെ ഇന്ദിരാ ക്യാൻറ്റീൻ ആരംഭിക്കാൻ പോകുന്നത്? അവിടെ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? സമൃദ്ധി നടത്തുന്നത് കുടുംബശ്രീയാണ്. അങ്ങനെ ഞങ്ങളുടെ ചിലവിൽ കുടുംബശ്രീ അങ്ങനെ സുഖിക്കേണ്ട, കുടുംബശ്രീയിലെ ആളുകൾ അങ്ങനെ മര്യാദയ്ക്ക് ജീവിക്കേണ്ട എന്ന ഏറ്റവും നിറകെട്ട രാഷ്ട്രീയ സമീപനമാണ് സമൃദ്ധിക്കെതിരെ ഇന്ദിരാ ക്യാൻറ്റീൻ ആരംഭിച്ചുകൊണ്ട് കോൺഗ്രസ് ഭരണസമിതി അവിടെ നടത്താൻ പോകുന്നത്. മനു, തീർച്ചയായും അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. 10 കുടുംബശ്രീ തൊഴിലാളികളുമായിട്ട് സ്ത്രീകളുമായിട്ടാണ് ഈ സമൃദ്ധി ആദ്യഘട്ടത്തിൽ തുടങ്ങിയത്. നമുക്കറിയാം, അന്ന് ഈ എറണാകുളം ടൗണിൽ മാത്രമായിരുന്നു സമൃദ്ധി ഉണ്ടായിരുന്നത്. ഇന്നത് 200-ലധികം സ്ത്രീകൾക്ക് വരുമാന മാർഗം ലഭിക്കുന്ന ഒരു തൊഴിലായി മാറി. ഒപ്പം കൊച്ചിയിലെത്തുന്ന മനുഷ്യർക്ക് വിശപ്പകറ്റാം, ഏറ്റവും ചെറിയ ചിലവിൽ ഏറ്റവും രുചികരമായ ഭക്ഷണം അവർക്ക് നൽകുന്നുണ്ട്. ഇത് കൂടാതെ ഇന്ന് കൊച്ചി പല ശൃംഖലകളിലായി വ്യാപിക്കുകയും സമൃദ്ധി കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലായി വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലും ഒപ്പം കടവന്ത്രയിലെല്ലാം തന്നെ സമൃദ്ധിയുടെ പുതിയ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ ശ്രദ്ധ നേടി മുന്നോട്ട് പോകുന്നതിനിടെയാണ് സമൃദ്ധിയെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമവുമായി കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ ഈ പദ്ധതിക്ക് പകരം, അതായത് ഈ പദ്ധതിയെ നശിപ്പിക്കാനുള്ള ശ്രമം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മറ്റൊരു പേരിൽ മറ്റൊരു പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. സമൃദ്ധിയെ കൂടുതൽ വളർച്ചയിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുന്നോട്ട് 10 രൂപയ്ക്ക് അവർക്ക് അവിടെ ഊണ് കൊടുക്കാം, അവിടെ രാവിലത്തെ പ്രഭാത ഭക്ഷണം കൊടുക്കാം. എന്നാൽ ഇതൊന്നും ഇല്ലാതാക്കി ഇത്തരത്തിൽ 10 രൂപ എന്നത് മറ്റൊരു പേരിൽ മറ്റൊരു പദ്ധതിയുമായി കൊണ്ടുവരുന്നതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാണ്. സമൃദ്ധി കൊണ്ടുണ്ടായ ഒരു വലിയ പേര് അത് നശിപ്പിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെതിരെ തന്നെയാണ് ഇന്നലെ LDFും ഒപ്പം മേയറും എല്ലാം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മാലിന്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വരെ ചർച്ചയാവുകയാണ്. ഒപ്പം സമൃദ്ധിയെ ഇത്തരത്തിൽ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി വലിയ രീതിയിൽ വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കൊച്ചിയെ സംബന്ധിച്ച് വലിയ പേരുകേട്ട പദ്ധതികളെ തകർക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല കൊച്ചിയെ സംബന്ധിച്ച് അഭിമാനകരമായ പദ്ധതി, മറ്റൊരുപാട് പദ്ധതികൾ കൊച്ചി കോർപ്പറേഷൻ LDF ഭരിച്ചപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത പദ്ധതികളാണ്. മാത്രമല്ല ആ പദ്ധതികളെല്ലാം തന്നെ കേരളം തന്നെ അല്ലെങ്കിൽ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന പദ്ധതികളെ മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതികളെല്ലാം തന്നെ തകർത്ത് അത് UDF മറ്റൊരു പദ്ധതികളിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു, അല്ലെങ്കിൽ അതിനെല്ലാം തകർക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മനു.